നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്തിൻ്റെ കുറച്ച് NCERT പ്രോബ്ലംസിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ അതിലിവിടെ എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ്, ബി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ്, സി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ്, അങ്ങനെ എ ബി സി എന്ന് പറഞ്ഞ് 3 മെട്രിക്സുകൾ തന്നിരിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന ഓരോരുത്തരെയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എ പ്ലസ് ബി കാണണം, എ മൈനസ് ബി കാണണം, 3a മൈനസ് സി, എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഇട്ടാണ്, അതുപോലെ ബി എ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ, ഈ 5 പേരെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. എ പ്ലസ് ബി ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടി ആഡ് ചെയ്യാനാണ് അവർ പറയണത്. അപ്പോൾ എ പറഞ്ഞാൽ 2 4 3 2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1 3 മൈനസ് 2 5. ഇത് തമ്മിൽ ആഡ് ചെയ്തു. സിമ്പിളാണ്. സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നേരെ നമുക്ക് ആഡ് ചെയ്ത് ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. അതായത് 2 + 1 3, 4 + 3 7, 3 ± 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 + 5 7. ഇതാണ് എ പ്ലസ് ബിയുടെ ആൻസർ. അപ്പോൾ അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചതാണ്. ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് വെക്കുക. സിമ്പിൾ. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കഴിഞ്ഞു. ഇതുപോലെ എ മൈനസ് ബി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് കഴിഞ്ഞു. ഇതുപോലെ എ മൈനസ് ബി ചെയ്തു എന്ന് വയ്ക്കുക. സെയിം തന്നെ. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്ന് ബി കുറയ്ക്കുക. നമ്മൾ എ എഴുതി 2 4 3 2. അതുപോലെ ബി എഴുതി മൈനസ് ബി എഴുതി 1 3 മൈനസ് 2 5. അപ്പോൾ ഇനി എയും ബിയും തമ്മിൽ കുറച്ച് നോക്കാം. ഇപ്പോൾ കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് 2 മൈനസ് 1, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. അതുപോലെ 4 മൈനസ് 3, 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2. 3 മൈനസ് മൈനസ് 2. ശ്രദ്ധിക്കണം, 3 മൈനസ് മൈനസ് 2. 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയി. അപ്പോൾ 3 മൈനസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 + 2 5. 2 മൈനസ് 5, 2ൽ നിന്ന് 5 കുറയ്ക്കുക. ദാറ്റ് ഈസ് -3. നമുക്കറിയാം ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എപ്പോഴും മൈനസ് ചിഹ്നം ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ എ മൈനസ് ബിയുടെ ആൻസർ. ഇതുപോലെ ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ 3a മൈനസ് സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 3a എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എ തന്നിട്ടുണ്ട്, 3a കണ്ടുപിടിക്കാം. അപ്പോൾ 3a = 3a എന്ന് പറഞ്ഞാൽ 3 × a. എ എടുത്തെഴുതി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 3 2. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. 3 × 2 6, 3 × 4 12, 3 × 3 9, 3 × 2 6. ഇത്തരത്തിൽ നമുക്ക് നേരെ 3a കിട്ടി. ഇനി 3a മൈനസ് സി കണ്ടുപിടിക്കാം. അപ്പോൾ 3a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയിരിക്കുന്നു മൈനസ് സി. 3യുടെ സ്ഥാനത്ത് 6 12 9 6 മൈനസ് സി എന്താണെന്ന് നോക്കുക. സി പറഞ്ഞാൽ -2 5 3 4. നേരെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 6 മൈനസ് -2. 6 മൈനസ് -2 എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയി. അപ്പോൾ 6 + 2 8. 12 മൈനസ് 5 7 ആണ്. 9 മൈനസ് 3 6 ആണ്. 6 മൈനസ് 4 2 ആണ്. നമുക്ക് 3a മൈനസ് സിയുടെ ആൻസർ കിട്ടി. ഇനി ഇതുപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എ ബി കണ്ടുപിടിക്കാം. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എ ബി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് a × b ആണ്. നമ്മൾ ആദ്യം തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയിരിക്കുന്നു. അപ്പോൾ എ 2 4 3 2 ഒരു 2x2 മെട്രിക്സ് ആണ്. ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. അപ്പോൾ 1 3 മൈനസ് 2 5. നേരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 × 1 2 മൈനസ് 8. അതുപോലെ 2 × 3 6 ആണ്. പ്ലസ് 4 × 5. അപ്പോൾ 6 + 20. ഇതുപോലെ ഇത് 3 × 1 3 ആണ്. പ്ലസ് 2 × -2. അപ്പോൾ പ്ലസ് -4 എന്നാണ് വരിക. പ്ലസ് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്ലസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ -4 എന്ന് എഴുതാം കേട്ടോ. അതുപോലെ 3 × 3 9 ആണ്.
പ്ലസ് 10. അപ്പോൾ എ ഇൻറ്റു ബിയുടെ ആൻസർ നമുക്ക് കിട്ടുക -6, 26, -1, 19. ഇതാണ് നമ്മുടെ എ ഇൻറ്റു ബിയുടെ ആൻസർ കിട്ടുക. ഇതുപോലെ തന്നെ ബി എ കണ്ടുപിടിക്കണമെങ്കിൽ ബി ഇൻറ്റു എ, ഇതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യം എഴുതുക, ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ബി എ ഓൾസോ. പിന്നെ നമുക്ക് അടുത്തൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതിൽ 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സെയിം ഓർഡറുള്ള 2 മെട്രിക്സ് തന്നിരിക്കുന്നു, അത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ് എങ്ങനെയാണ് 2 മെട്രിക്സുകൾ തമ്മിൽ കൂട്ടണമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആദ്യം കിടക്കുന്ന എലമെൻറ്റ് a² പ്ലസ് b² ആണ്. ഇവിടെ പ്ലസ് ഇവിടുത്തെ എലമെൻറ്റ് 2ab. ഇതുപോലെ ഇവിടെയാണെങ്കിൽ b² പ്ലസ് c² ആണ്, പ്ലസ് 2bc. ഇതുപോലെ ഇതും. അപ്പോൾ ഇവിടെ a² പ്ലസ് c², ഇവിടെ പ്ലസ് -2ac എന്നാണ് വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലസും മൈനസും അടുത്ത് വരികയാണെങ്കിൽ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ -2ac. ഇതുപോലെ a² പ്ലസ് b² -2ab. ഇങ്ങനെയാണ് നമുക്ക് ഈ 2 മെട്രിക്സുകളുടെയും സമ്മ് കിട്ടുക. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അതായത് ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ്. a² പ്ലസ് b² പ്ലസ് 2ab നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ്. ഇത് ആരുടെ എക്സ്പാൻഷനാണ്? ഇത് നമ്മുടെ a പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ഈ തന്നേക്കുന്നത്. സോ നമുക്ക് ഇതിന് അടുത്ത സ്റ്റെപ്പിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതുപോലെ ഇത് നോക്കി b² പ്ലസ് c² പ്ലസ് 2bc. ഇത് ആരുടെ എക്സ്പാൻഷനാണ്? സിമിലർലി ഇതുപോലെ തന്നെ ഇതും. അപ്പോൾ ഇത് നമ്മുടെ b പ്ലസ് സി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ a² പ്ലസ് c² -2ac. ഇതാരുടെ എക്സ്പാൻഷനാണെന്ന് നോക്കിയാൽ ഇത് a മൈനസ് സി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ഇതുപോലെ ഇവിടെ മൈനസ് വന്നിരിക്കണം. സോ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇതിനെ ഒന്ന് ചുരുക്കി അല്ലെങ്കിൽ ഇതിനെ ഒന്ന് അടുത്ത സ്റ്റെപ്പിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയും കൂടി എഴുതാം. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാക്റ്റ് ആൻസർ. ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നേക്കണം. ഇവിടെയും 2 2x2 മെട്രിക്സുകൾ തന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സിമിലർലി ഇവിടെ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വരിക ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് cos² x പ്ലസ് sin² x. ഇതുപോലെ സെക്കൻഡ് എലമെൻറ്റ്സ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് sin² x പ്ലസ് cos² x എന്ന് വരും. ഇനി ഇതുപോലെ സെക്കൻഡ് റോ ഇവിടെ sin² x പ്ലസ് ഇവിടുത്തെ cos² x. ഇതുപോലെ cos² x പ്ലസ് sin² x. നമുക്ക് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്ത് സാധനം കിട്ടി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ cos² x പ്ലസ് sin² x നിങ്ങൾ ഓൾറെഡി +1 ട്രിഗ്നോമെട്രി പഠിച്ചപ്പോൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. cos² പ്ലസ് sin² x എവിടെ കണ്ടാലും അത് 1 ആണ്. സോ ഈ cos² x പ്ലസ് sin² x പകരം നമുക്ക് 1 എന്ന് എഴുതാം. ഇതുപോലെ ഇവിടെ sin² പ്ലസ് cos² ഇതിൻ്റെ നേരെ തിരിച്ച് പ്ലസ് ആയ കാരണം sin² പ്ലസ് cos² എന്ന് പറഞ്ഞാലും cos² പ്ലസ് sin² എന്ന് പറഞ്ഞാലും സെയിം മീനിങ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും 1. ഇതുപോലെ ഇവിടെയാണെങ്കിൽ സെയിം 1, ഇവിടെയും 1. അപ്പോൾ ഇതൊരു നമുക്കിങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുക. എല്ലാ എൻട്രീസും 1 ആയിട്ടുള്ളൊരു മെട്രിക്സ്. പിന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റ് കാണാൻ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോൾ എടുക്കുന്നു. നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു a² പ്ലസ് b ഇൻറ്റു b². അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് a² പ്ലസ് b² എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം a ഇൻറ്റു മൈനസ് ബി. a ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ
മൈനസ് എ ബി പ്ലസ് ബി ഇൻറ്റു എ ബി എ. അതോക്കെ. ഇനി ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൈനസ് ബി ഇൻറ്റു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ബി എ. ബി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എ ബി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മൈനസ് ബി ഇൻറ്റു എനെ മൈനസ് എ ബി എന്ന് എഴുതണം പ്ലസ് എ ഇൻറ്റു ബി എ ബി. ഇതുപോലെ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി, മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. മൈനസ് ബി ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എ സ്ക്വയർ. അങ്ങനെ കിട്ടി. ഇനി നമുക്കിത് ഓരോന്നും എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എലമെൻറ്റ് അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ എലമെൻറ്റ് നോക്കി, ഇത് മൈനസ് എ ബി, ഇത് പ്ലസ് ബി എ. അപ്പോൾ ഈ ബി എ എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവാണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും സെയിം മീനിങ്. അതായത് 5 ഇൻറ്റു 6 30 ആണ്, 6 ഇൻറ്റു 5 30 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് എ ബി പ്ലസ് ബി എ, ബി എ എന്ന് പറഞ്ഞാൽ എ ബി തന്നെ. അതുകൊണ്ട് മൈനസ് എ ബി പ്ലസ് ബി എ എന്നുള്ളത് കട്ട് ചെയ്ത് പോകും. ഇത് രണ്ടും സെയിം ആൾക്കാരാണ്, ഇത് മൈനസ് ഇത് പ്ലസ്. സോ അത് ക്യാൻസൽ ചെയ്ത് പോയി, അവിടെ 0. ഇതേപോലെ തന്നെ ഇവിടെ മൈനസ് എ ബി പ്ലസ് എ ബി, സോ ഇതും ക്യാൻസൽ ചെയ്ത് പോയി 0. ഇവിടെയാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലെ ഇവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അത് സെറ്റായി. ഇനി ഇതുപോലെ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2x2 മെട്രിക്സ് തന്നിരിക്കുന്നു, ഇതൊരു 2x3 മെട്രിക്സ് തന്നിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, പിന്നെ നമ്മൾ അധികം പ്രോബ്ലംസിനൊന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഇതിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതായത് ഇതിൻ്റെ ഓർഡർ എത്രയാണ് ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഓർഡർ 2x2. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്ന് നോക്കുക. ഇതിൽ 2 റോ 3 കോളം. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x3. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നെങ്ങനെയാണ് നോക്കുക വെച്ചാൽ, ഇതിൻ്റെ കോളത്തിൻ്റെ എണ്ണവും ഇപ്പുറത്തുള്ളതിൻ്റെ റോയുടെ എണ്ണവും സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ്. നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക, ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഫസ്റ്റ് റോ കൊണ്ട് ഈ ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 1 1 പ്ലസ് മൈനസ് 2 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് -4 എന്നാണ് വരിക. ഞാനപ്പോൾ മുമ്പേ പറഞ്ഞു പ്ലസ്സും മൈനസും അടുത്ത് വന്നാൽ പ്ലസ് അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മൾ -4 എന്ന് എഴുതിയാൽ മതി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 2 2 പ്ലസ് -6 പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ 1 ഇൻറ്റു 3 3 പ്ലസ് -2. ഇതുപോലെ സെക്കൻഡ് റോ എടുക്കുക. 2 ഇൻറ്റു 1 2 പ്ലസ് 6. അതുപോലെ 2 ഇൻറ്റു 2 4 പ്ലസ് 9. അതുപോലെ 6 പ്ലസ് 3. ആൻസർ എഴുതുകയാണെങ്കിൽ 1 - 4 പറഞ്ഞാൽ -3, 2 - 6 എന്ന് പറഞ്ഞാൽ -4, 3 - 2 പറഞ്ഞാൽ 1. ഇവിടെ 2 + 6 ആണെങ്കിൽ 8, ഇത് 13, ഇവിടെ 9. ഇതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 2x2 2x3 മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് 2x3 മെട്രിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഓർഡർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണോ ഇവിടുത്തെ റോയുടെ എണ്ണോ സെയിം ആണെങ്കിലാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവുക. ഇനി ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ അറിയാനായിട്ട് ഇങ്ങനൊരു എളുപ്പവഴിയുണ്ട്. കണ്ടോ, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണം ഇൻറ്റു രണ്ടാമത്തേൻ്റെ കോളത്തിൻ്റെ എണ്ണം, അതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ. ഇവിടെ ആണെങ്കിൽ 2x3 ആയിരിക്കും. ഇതേ കണ്ട, ഈ മെട്രിക്സിൽ 2 റോയും 3 കോളമാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ 2x3 ആണ്. വേണമെങ്കിൽ ഈ ഓർഡർ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു പ്രൊഡക്റ്റ് കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇതൊരു 3x2 മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതൊരു 3x2 മെട്രിക്സ്, ഇവിടെ ഒരു 2x3 മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറയണത്.
നമ്മളിത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണോ എന്ന് ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എഴുതിയേക്കണ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് കിട്ടാൻ പോണ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അറിഞ്ഞ് വെക്കാം. പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞ് വെക്കാം. കിട്ടാൻ പോണ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ 3/3 ആയിരിക്കും. ചുമ്മാ ജസ്റ്റ് വേണമെങ്കിൽ നേരത്തെ ഒന്ന് അറിഞ്ഞ് വെക്കാം വെറുതെ. ഇനി നമുക്ക് നേരെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 2 × 1 2 പ്ലസ് 1 × -1 2 -1. ഇതുപോലെ 2 × 0 0 പ്ലസ് 1 × 2 2 ആണ്. 2 × 1 2 പ്ലസ് 1 × 1 1. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് ചെയ്യുമ്പോൾ 3 × 1 3 ആണ് പ്ലസ് 2 × -1. അപ്പോൾ 2 × -1 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് മാറും. 3 × 0 0 ആണ് പ്ലസ് 4. ഇതുപോലെ 3 × 1 3 ആണ് പ്ലസ് 2. ഇനി അടുത്തതിൽ -1 × 1 ദാറ്റ് ഈസ് -1 1 × -1 -1 -1 × 0 0 ആണ് 1 × 2 2 ആണ്. അതുപോലെ -1 പ്ലസ് 1. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ 2 - 1 ദാറ്റ് ഈസ് 1 0 + 2 2 ആണ് 2 + 1 3 1 4 5. ഇവിടെയാണെങ്കിൽ -2 2 0. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുക. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇതൊരു 3/3 മെട്രിക്സ് ആണ് കിട്ടിയത്. നമ്മൾ ആദ്യം തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടാൻ പോണ ഉത്തരം 3/3 ആയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി ഇതുപോലെ അടുത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഒന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു മെട്രിക്സ്, ഇവിടെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ 3 റോ 1 കോളം. ഇറ്റ് ഈസ് എ 3/1 മെട്രിക്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് ഒറ്റയ്ക്കൊരു റോ 3 കോളം. സോ ഇറ്റ്സ് എ 1/3 മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും ഇവിടുത്തെ റോയുടെ എണ്ണവും സെയിം ആണ്. സോ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഇതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ 3/3 മെട്രിക്സ്. പിന്നെ നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് റോ എടുക്കുന്നു, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കണം. അപ്പോൾ 1 × 2 2. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം വെച്ചാൽ 1 × 3. അതുപോലെ 1 × 4. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരും ചിലപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓർഡർ ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ പിന്നെ കൺഫ്യൂഷൻ്റെ ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, ഫസ്റ്റ് കോളത്തിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. 1 × 2 അതാണ് ഉത്തരം. സിമ്പിൾ. ഇതുപോലെ ഇനി സെക്കൻഡ് റോ കൊണ്ട് ചെയ്യുക. അപ്പോൾ 2 × 2 2 × 2 പറഞ്ഞാൽ 4 ആണ്. 2 × 3 6 ആണ്. 2 × 4 8 ആണ്. 3 × 2 6 3 × 3 9 3 × 4 12. ഇതാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ആൻസറായിട്ട് കിട്ടുക. കണ്ടോ? ഇത് ഓൾറെഡി ഒരു 3/3 മെട്രിക്സ് ആണ്. പിന്നെ നമുക്ക് ഡൗട്ടിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ആൻസർ കിട്ടുമോ എന്ന് തോന്നും. അതായത് ഇതിലും 3 എൻട്രീസേ ഉള്ളൂ, ഇവിടെയും 3 എൻട്രീസേ ഉള്ളൂ. പക്ഷേ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ 9 എൻട്രീസ് വന്നു. ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്യത്യസ്തത നിറഞ്ഞ ഒരു പ്രോബ്ലം എന്ന് കണക്കാക്കിയേക്ക്. അതേ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് അതുപോലെ സി എന്ന് പറയുന്ന വേറൊരു 3/3 മെട്രിക്സ് തന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 3/3 മെട്രിക്സുകൾ എയും ബിയും സിയും തന്നിരിക്കുന്നു. എന്നിട്ട് ആദ്യം പറഞ്ഞേക്കുന്നത് എ + ബിയും ബി - സിയും കണ്ടുപിടിക്കുക. ദെൻ ഈ റിലേഷൻ വെരിഫൈ ചെയ്യുക. ഇങ്ങനെ ഒരു റിലേഷൻ എ + ബി - സി = എ + ബി - സി എന്ന തരത്തിലൊരു റിലേഷൻ തന്നിരിക്കുന്നു. ഇത് വെരിഫൈ ചെയ്യാനും പറഞ്ഞേക്കുന്നു. അപ്പോൾ അത് നമുക്കിത് രണ്ടും കണ്ടുപിടിക്കാം. അത് നമുക്ക് ഈസിയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ തന്നാൽ അത് വെരിഫൈ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കൂടി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. എ + ബി കാണണം. എ + ബി കാണണം. അപ്പോൾ
ഇവിടെ ഓൾറെഡി എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി കാണാനായിട്ട് നമുക്ക് നേരെ എ പ്ലസ് ബി ഈക്വൽ ടു എയും ബിയും കൂടെ നേരെ നമുക്ക് കൂട്ടി ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 3. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 + 3. അപ്പോൾ ഞാൻ 1 + 3. ഇതുപോലെ 2 പ്ലസ് ഇവിടെ -1 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ പ്ലസ് മൈനസ് എഴുതി സമയം കളയാറില്ല. പ്ലസ് മൈനസ് അടുത്ത് വന്നാൽ പ്ലസ് അവിടുന്ന് പോകും. ഇനി ഇവിടെ -3 + 2. ഇനി ഇതുപോലെ 5 + 4, 0 + 2, 2 + 5. ഇനി ഇവിടെ 1ഉം 2. അപ്പോൾ 1 + 2, -1 + 0, അതുപോലെ 1 + 3. ഇതിൻ്റെ ആൻസർ വരുമ്പോൾ 1 + 3 4, 2 + -1 എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പ്ലസ് മൈനസ് വന്നാൽ പ്ലസ് അവിടെ നിന്ന് പോയി. 2 - 1 ദാറ്റ് ഈസ് 1. ഇവിടെയാണെങ്കിൽ -1. ഇവിടെ ഇപ്പോൾ 9, ഇതിൽ 2, അതുപോലെ 7, 3, -1, 4. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എ പ്ലസ് ബിയുടെ ആൻസർ കിട്ടുക. ഇതാണ് എ പ്ലസ് ബി. ഇനി ഇതുപോലെ നമുക്ക് ബി മൈനസ് സി കണ്ടു നോക്കാം. അപ്പോൾ ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും സി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം ബി മൈനസ് സി. അപ്പോൾ ഇവിടെ 3 - 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1. ഇനി അതുപോലെ സെക്കൻഡ് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ -1, ഇവിടെ 1. അപ്പോൾ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ -1 - 1, -1 എന്ന് പറഞ്ഞാൽ -2. അതുപോലെ 2 - 2, 2 - 2 0. Then 4 - 0 4, 2 - 3 -1, 5 - 2 വെറും 3. Then 2 - 1 1, 0 ശ്രദ്ധിക്കുക ഇവിടെ 0 -2, 0 -2, 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയി. അപ്പോൾ 0 + 2 = 2. ഇവിടെ ആണെങ്കിൽ 3 - 3 0. ഇതാണ് നമുക്ക് ബി മൈനസ് സിക്ക് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ഇക്വേഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാനായിട്ട് ഏത് ഇക്വേഷൻ തന്നാലും വെരിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് ചുരുക്കി LHS എന്ന് എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ്റെ LHS എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി മൈനസ് സി ആണ്. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കുക. അതിന് എ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബി മൈനസ് സി നമ്മൾ ഇതേ കണ്ടുപിടിച്ച് വെച്ചേക്കണം. അപ്പോൾ ആദ്യം എ എടുത്ത് എഴുതുക. എ എന്ന് പറഞ്ഞാൽ 1 2 -3, അതുപോലെ 5 0 2, 1 -1 1. അപ്പോൾ എ എടുത്ത് എഴുതി. ഇനി ബ്രാക്കറ്റിലുള്ള ബി മൈനസ് സി ഇതേ കിടക്കണ്. അപ്പോൾ അത് -1 -2 0, 4 -1 3, 1 2 0. അപ്പം ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. നേരെ നമ്മൾ ആഡ് ചെയ്യാം. ഇത് ഞാൻ അധികം കഷ്ടപ്പെടുത്താണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ആഡ് ചെയ്യാനൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ. അപ്പോൾ ആദ്യം 1 + -1 എന്ന് വെച്ചാൽ 1 - 1 ദാറ്റ് ഈസ് 0. ഇതുപോലെ 2 + -2, 2 - 2 ദാറ്റ് ഈസ് 0. -3 + 0 -3. 5 + 4 9, 0 + -1, 2 + 3 5, 1 + 1 2, -1 + 2 1, 1 + 0 1. ഇതാണ് നമുക്ക് LHSന് കിട്ടുന്ന ആൻസർ. നമ്മുടെ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പോയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ്റെ RHS ആണ് അടുത്തത് നമ്മൾ കാണാൻ പോണത്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ്, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ നമുക്കിനി പതുക്കെ RHS എന്ന് പറഞ്ഞിട്ട് RHSൻ്റെ കലാപരിപാടികളൊന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കലാപരിപാടി നോക്കാം. അപ്പോൾ ഇവിടെ A + B - C. അപ്പോൾ ആദ്യം നമ്മൾ A + Bയുടെ ആൻസർ എടുക്കുക. അപ്പോൾ A + Bയുടെ ആൻസർ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായി. A + B ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ A + Bയുടെ ആൻസർ ആദ്യം എഴുതി. അതായത് 4, അതുപോലെ
1, അതുപോലെ -1, 9, 2, 7, 4. ഇതാണ് നമുക്ക് എ പ്ലസ് ബിക്ക് കിട്ടിയ ആൻസർ. മൈനസ് സി എന്ന് പറഞ്ഞാൽ അതേ കിടക്കണം. 4, 1, 2, 0, 3, 2, 1, -2, 3. നമുക്കിത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ഡയറക്റ്റ് നേരെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 4 - 4, ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 0, 1 - 1, 0, -1 - 2, 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം. അതായത് 2 മൈനസ് അടുത്തടുത്താണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെയാണ് 2 മൈനസ് വരുന്നതെങ്കിൽ നമ്മൾ 4 - -1 എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസും മൈനസും ചേർത്ത് പ്ലസ് ആയി ഉത്തരം വെറുതെ 5 എന്ന് എഴുതിയാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇനി അതേസമയം -4 - 1 എന്നാണ് വരുന്നതെങ്കിൽ ഇവിടെയും 2 മൈനസാണ്, പക്ഷേ ഈ മൈനസ് ഇതുപോലെ അടുത്തടുത്തല്ല കിടക്കണേ. സോ ഇവിടെ നമ്മൾ എളുപ്പവഴിക്ക് ഇങ്ങനെ ആലോചിക്കുക, 2 മൈനസ് വരുന്നു, നേരെ കൂട്ടുക, 4 ഒന്നും കൂട്ടി 5. ഇനി 2 മൈനസ് ഇങ്ങനെ അകലെ കിടക്കണ കാരണം ഉത്തരത്തിലും മൈനസ് ചേർക്കുക. അപ്പം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി സിമ്പിളായി. 2 മൈനസ് ഇങ്ങനെ വന്നാൽ 2 മൈനസ് ചേർന്ന് പ്ലസ് ആയി, അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക. ചിഹ്നത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കേസേ ഇല്ല. അതേസമയം ഇങ്ങനെയാണ് 2 മൈനസുകൾ വരുന്നത് എങ്കിൽ അത് തമ്മിൽ കൂട്ടുക, കിട്ടുന്ന ഉത്തരത്തിൽ മൈനസ് ചിഹ്നം ഇടുക. ഓക്കെ, അതാണ് ഇവിടുത്തെ ഐഡിയ കേട്ടോ. അപ്പോൾ അടുത്തത് 9 - 0, 9 ആണ്. 2 - 3, -1 ആണ്. 7 - 2, 5 ആണ്. 3 - 1, 2 ആണ്. -1 -2, -1 -2. അതിന് സംശയം വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. -1 -2. ഓക്കെ, 2 മൈനസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് പ്ലസ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് -1 + 2 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ വെറും 1. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എഴുതുക. അപ്പോൾ ഇവിടെ വെറും 1. ഇനി 4 - 3, അതും 1. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസറും റൈറ്റ് സൈഡിൻ്റെ ആൻസറും കിട്ടി. ഇനി ഈ 2 ആൻസറുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. LHSൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 0 0 - 3, 9 - 1 5, 2 1 1. RHSൻ്റെ ആൻസറായിട്ട് കിട്ടിയേക്കുന്നത് സെയിം മെട്രിക്സ് തന്നെ. സോ നമുക്ക് പറയാം therefore LHS = RHS, therefore അല്ലെങ്കിൽ ഹെൻസ് വെരിഫൈഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് സിംപ്ലിഫൈ കോസ് തീറ്റ ഇൻറ്റു ഒരു 2/2 മെട്രിക്സ് പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു വേറൊരു 2/2 മെട്രിക്സ്. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കോസ് തീറ്റ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡിയ പോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഒരു നമ്പർ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പറഞ്ഞാൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതുപോലെ ഇവിടെ കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, അതിന് നമുക്ക് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാം. അതുപോലെ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അഗെയിൻ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് കോസ് തീറ്റ കൊണ്ട് ഈ മെട്രിക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നമ്മളവിടെ സെറ്റാക്കി. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു, ഒരു കോസ് തീറ്റ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് അടുത്ത് നമുക്ക് ഈ സൈൻ തീറ്റ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരായിട്ട് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. അപ്പോൾ അതിന് എനിക്ക് വേണമെങ്കിൽ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇതുപോലെ ഇതിനെ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇതുപോലെ സൈൻ ഇൻറ്റു സൈൻ, സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഉള്ളിലേക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അത് തമ്മിൽ ആഡ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതും തമ്മിൽ ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് മൈനസ് എടുത്ത് വന്നാൽ പ്ലസ് അവിടെ നിന്ന് പോയി, അപ്പോൾ അത് ഇടേണ്ട കാര്യമില്ല. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇതുപോലെ ഇവിടെയാണെങ്കിൽ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, ഇവിടെയാണെങ്കിൽ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇതാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ കണ്ടു. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും 1 തന്നെ. ഇനി ഇവിടെ നോക്കിയേ, കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഇവരെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0. ഇതേപോലെ തന്നെ ഇവിടെയും ഈ എഴുതിയിരിക്കുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ ഇത് തന്നെയാണ് ഈ കിടക്കുന്നത്, തല തിരിച്ചിട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി, അവിടെയും 0. ഇതുപോലെ ഇതിനെ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈസ് 1. അതായത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടണത് 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം തുടങ്ങിയത് കോസ് തീറ്റ സൈൻ തീറ്റ, അതായത് കുറേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെയുള്ള അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയിരുന്നു ഈ തന്നിരിക്കുന്ന മെട്രിക്സിലെ എൻട്രീസ്. പക്ഷെ അത് തമ്മിൽ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് നോർമൽ നമ്പേഴ്സ് ഉള്ളൊരു മെട്രിക്സ് ആണ്. പിന്നെ അടുത്ത ഒരു തരത്തിലുള്ള പ്രോബ്ലമാണ് ഇനി ചെയ്യാനുള്ളത്. അതായത് ഇവിടെ ഒരു 2x + 3y എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, 2x + 3yയുടെ ആൻസറായിട്ട് ഒരു 2/2 മെട്രിക്സ് തന്നിരിക്കുന്നു. അതുപോലെ 3x + 2yയുടെ ആൻസറായിട്ടൊരു 2/2 മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിൽ നിന്നും എക്സ് വൈ എന്ന് പറയുന്ന 2/2 മെട്രിക്സുകൾ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 2 ഇക്വേഷൻസ് തന്നേക്കണം, അതിൽ നിന്ന് എക്സും വൈയും കാണാൻ പറയണം. അപ്പം നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഈ മെട്രിക്സിന് പകരം ഇവിടെ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2x + 3y = 10 ഒരു നമ്പറാണ്. അതുപോലെ 3x + 2y = 6. അങ്ങനെ ഏതെങ്കിലും നമ്പറാണ് തന്നതെങ്കിൽ വിചാരിക്കുക. നമ്പർ തരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാണോ അത് സോൾവ് ചെയ്യുക, അതേ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത്. എന്ന് വെച്ചാൽ നമ്പേഴ്സ് വെച്ചാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, ഈ 2 ഇക്വേഷനിലെയും എക്സ് അല്ലെങ്കിൽ വൈയുടെ എണ്ണം സെയിം ആക്കുകയാണ്. ഇവിടെ 2x ഇവിടെ 3x സെയിം അല്ല, വൈയുടെ എണ്ണവും സെയിം അല്ല. പിന്നെ നമുക്കത് സെയിം ആക്കണം. സെയിം ആക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ ഫുള്ള് മൊത്തത്തിൽ ഓരോ ടേമിനെയും രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിനെ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ഫുള്ളായിട്ട് ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ എക്സിൻ്റെ എണ്ണം സെയിം ആയിട്ട് കിട്ടും. പിന്നെ അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറും കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇക്വേഷനെ ഫുള്ള് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2xനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x, 3yനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9y, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6, 9, 12, 0. എങ്ങനെ? ഇതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ഫുള്ള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3x × 2 6x പ്ലസ് 4y, ഇവിടെയാണെങ്കിൽ 2 × 2 4, -2 × 2 -4, ഇവിടെ -2, ഇതിൽ 10. നമുക്കിങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടി. ഇതിൽ 2 ഇക്വേഷനിലെ എക്സിൻ്റെ എണ്ണം സെയിമാണ്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷൻസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യും. എക്സിൻ്റെ അല്ലെങ്കിൽ വൈയുടെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് ആ 2 ഇക്വേഷൻ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ RX-ൽ നിന്ന് RX കുറച്ചു, നമുക്കറിയാം 0, പ്ലസ് 9y-ൽ നിന്ന് 4y കുറച്ചു 5y. ഇതുപോലെ ഈ മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ടേം ബൈ ടേം ആയിട്ട് കുറയ്ക്കുക. 6-ൽ നിന്ന് 4 കുറച്ചു 2, 9-ൽ നിന്ന് 9 - -4,
2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആയി. 9 + 4 13. ഇതുപോലെ 12 മൈനസ് -2 അവിടെ 2 മൈനസ് അടുത്ത് വന്നു പ്ലസ് ആയി, അത് 14. പിന്നെ 0 മൈനസ് 10 -10. അപ്പോൾ നമുക്ക് 5y എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു മെട്രിക്സ് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5y കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് y കണ്ടുപിടിക്കാം. എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ 5നെ അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ആണ്, അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഇൻറ്റു 1/5 ആയി മാറും. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആവുന്ന അർത്ഥം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ y = ഈ 5നെ നമ്മൾ അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ അത് ഇൻറ്റു 5 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1/5 എന്നായി. 1/5 ഇൻറ്റു 2 13 14 മൈനസ് 10 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് വൈഡ് ആൻസർ ആയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 കൊണ്ട് ഉള്ളിലേക്ക് ഗുണിക്കുക. 2/5 13/5 14/5 ഇവിടെയാണെങ്കിൽ -10/5 എന്നാണ് വരിക. -10/5 എന്ന് പറഞ്ഞാൽ 10/5 2 ആണ്. -10/5 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വൈയുടെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ y എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പ വഴി എന്താ വെച്ചാൽ ഇനി പലതരത്തിൽ ചെയ്യാം. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ 2 ഇക്വേഷൻ എടുത്തിട്ട് ഇതിലെ വൈയുടെ എണ്ണം സെയിം ആക്കിയിട്ട് കുറച്ച് അങ്ങനെ എക്സിൻ്റെ വില കാണാം. അതിന് ബുദ്ധിമുട്ടില്ല. അതല്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുവഴി ഉത്തരം കണ്ടുപിടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ആദ്യത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എഴുതിയേക്കണ ഇക്വേഷൻ സെലക്ട് ചെയ്യണം. അതിൽ 2x + 3y = 2340 ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തു. അതിലെ വൈയുടെ സ്ഥാനത്ത് നമുക്ക് വൈക്ക് കിട്ടിയ ആൻസർ കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വൈയുടെ സ്ഥാനത്ത് വൈക്ക് കിട്ടിയ ആൻസർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതായത് 2/5 13/5 14/5 -2 ഈ ആൻസർ കൊണ്ടുപോയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ 2x അങ്ങനെ തന്നെ എഴുതി പ്ലസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6/5 ഇവിടെയാണെങ്കിൽ 39/5 42/5 ഇവിടെ -6 ഈക്വൽ ടു 2340. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ മെട്രിക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് ആയി മാറും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുക 2x അവിടെ തന്നെ കിടന്നോട്ടെ ഈക്വൽ ടു ഈ മെട്രിക്സ് അങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതി. അതായത് 2340 അങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതി. ഈ പ്ലസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ അത് -6/5 39/5 42/5 -6. ഇനി അപ്പോൾ ഈ 2 മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2xൻ്റെ വാല്യൂ കിട്ടും. ദെൻ ആ 2നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 1/2 എക്സിൻ്റെ വിലയും കിട്ടും. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലേക്കൊന്ന് വരാം. ഇനി നമുക്ക് അടുത്തത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 2x = 2 - 6/5 സബ്സ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം ക്രോസ് ചെയ്യേണ്ടി വരും. 2 - 6/5 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ 2 - 6/5 വേണമെങ്കിൽ ഞാൻ ഒരു മോഡൽ കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ 2 - 6/5 എന്ന് പറയുമ്പോൾ 2 - 6/5 ജസ്റ്റ് 2നെ 2/1 എന്ന് സങ്കല്പിക്കുക. ദെൻ ക്രോസ് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 - 6/5 അതായത് 4/5 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ആദ്യത്തെ 2 പേരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
4/5 എന്ന് ആൻസർ കിട്ടി. ഇതുപോലെ അടുത്ത രണ്ടാൾക്കാരെ സബ്സ്ട്രാക്ട് ചെയ്യും. 3 - 39/5 ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് -24/5 എന്നാണ് കിട്ടുക. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. അപ്പോൾ -24/5 എന്നാണ് ആൻസർ കിട്ടുക. ഇതുപോലെ 4 - 42/5 അതും ഈ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ചെയ്ത് നോക്കുക. അപ്പോൾ -22/5 എന്നാണ് കിട്ടുക. പിന്നെ 0 - -6 എന്ന് വെച്ച് കഴിഞ്ഞാൽ +6 എന്ന് കിട്ടി. ഇപ്പോൾ 2x ആൻസർ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എക്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ 2നെ അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ × 2 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ × 1/2 ആയി. അപ്പോൾ 1/2 × 4/5 -24/5 -22/5 6. ഇനി ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 1/2 കൊണ്ട് 4/5 മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ ഓരോന്നിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഉള്ളൊരു എളുപ്പവഴി എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ന്യൂമറേറ്ററിൽ ഈവൺ നമ്പേഴ്സാണ് കിടക്കണേ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനെ വെട്ടി കളഞ്ഞ് ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. അതായത് 1/2 × 4/5 എന്ന് പറഞ്ഞാൽ ദേ 1/2 × 4/5 എന്നാണ് ആദ്യം വരിക. അതുപോലെ 1/2 × -24/5 എന്നാണ് രണ്ടാമത് വരിക. 1/2 × -22/5 എന്നാണ് അടുത്തത് വരിക. അതുപോലെ 1/2 × 6 എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് വെട്ടി കളയാം. അപ്പോൾ ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്തൊന്ന് വെക്കുക. അപ്പോൾ ഇവിടെ 2 ആയി. അപ്പോൾ ആൻസർ 2/5. ഇനി ഇവിടെ ഇതുപോലെ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ 24ഉം 2ഉം വെട്ടിയാൽ 12 ആയി. അപ്പോൾ അവിടുത്തെ ആൻസർ -12/5. ഇനി ഇതുപോലെ ഇവിടെ വെട്ടിക്കളയുകയാണെങ്കിൽ 22ഉം 2ഉം വെട്ടിയാൽ 11. അപ്പോൾ ഇവിടെ -11/5. 6ഉം 2ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ 3. ഇതാണ് നമുക്ക് എക്സിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ വൈയുടെ ആൻസറും കിട്ടി, എക്സിൻ്റെ ആൻസറും കിട്ടി. ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു y എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നേക്കണം. ഒരു 2/2 മെട്രിക്സ് y എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു. അതുപോലെ 2x + y എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസറായിട്ടൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ആരാന്ന് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഉള്ള അടുത്ത ചോദ്യം. y തന്നിട്ടുണ്ട്, 2x + yയുടെ ആൻസറും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സ് ആരാന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. ഇവിടെ 2x + yയുടെ ആൻസർ ഇന്നതാണെന്ന് പറഞ്ഞ് തന്നേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2x + y = 1 0 -3 2 അങ്ങനെ പറഞ്ഞ് തുടങ്ങി. ഇനി ഇതിൽ വൈയുടെ ആൻസർ നമുക്ക് ഓൾറെഡി y ആരാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വൈക്ക് പകരം നമുക്ക് തന്നിരിക്കുന്ന y എഴുതി. y എന്ന് പറഞ്ഞാൽ 3 2 1 4 അതെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 -3 2. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ അത് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് 2x ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണു, ഇത് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ 1 0 -3 2 ഓൾറെഡി റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ്, അതങ്ങനെ തന്നെ എഴുതി. ഈ പ്ലസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന മെട്രിക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസായി മാറി. അപ്പോൾ 3 2 1 4. നേരെ നമുക്ക് ഈ രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 1 - 3 -2 ആണ്, 0 - 2 -2 ആണ്, -3 - 1. അപ്പോൾ -3 - 1 രണ്ട് മൈനസ് വന്നേക്കണം. അപ്പോൾ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുക. അതായത് -4 എന്നാണ് വരിക. ഇനി 2 - 4 എന്ന് പറഞ്ഞാൽ -2. ഇതാണ് നമുക്ക് 2x എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 2x ഇങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ × 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ×1/2 എന്നായി മാറും. അതായത് ഇത് പ്രതിക്ക് പോകുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലാവും. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുകയാണെങ്കിൽ x = നമുക്ക് x എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ 2 ഇങ്ങോട്ട് പോയി, അപ്പോൾ അത് 1/2 ആയി. അപ്പോൾ ഇവിടെ 1/2 × ഈ മെട്രിക്സ് എന്നാണ് വരിക. അപ്പോൾ
ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരിക 1/2 ഇൻറ്റു ഈ മെട്രിക്സ് അതുപോലെ -2 -2 -4 -2. അപ്പോൾ ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓരോ ടേമിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -2നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അവിടുത്തെ ആൻസർ -1. ഇതുപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും -1, -4നെ മൾട്ടിപ്ലൈ ചെയ്താൽ -2, ഇവിടെ -1. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ എക്സ് കിട്ടുക. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ നമ്മുടെ എക്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് കണ്ടു. നമുക്ക് ഇത്തരത്തിൽ ഒരു ഇക്വേഷൻ അനുസരിക്കുന്ന ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിലെ ഒരു മെട്രിക്സ് y എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് എക്സ് കണ്ടെത്തി. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിതുപോലെ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ 4 വേരിയബിൾസ് ഉണ്ട്. എക്സ്, വൈ, സെഡ്, സ്മോൾ ലെറ്റർ ടി. ഈ 4 വേരിയബിൾസ് കണ്ടുപിടിക്കണം. അതിനായിട്ടൊരു മെട്രിക്സുകൾ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നേക്കണം. ഇതുപയോഗിച്ച് ഈ 4 വേരിയബിളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 ഇൻറ്റു ഇന്ന മെട്രിക്സ് തന്നേക്കും. അപ്പോൾ 2 കൊണ്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2x, അതുപോലെ 2z, അതുപോലെ 2y, പിന്നെ 2t. ഇങ്ങനെയാണ് ഈ മെട്രിക്സ് വരിക. പ്ലസ് ഇവിടെ ഇതുപോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ 3 -3 0 6 ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 3 × 3 9, 15, 12, 18. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. അതല്ല എങ്കിൽ നമുക്കുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇദ്ദേഹത്തിന് ഇപ്പുറത്തേക്ക് കൊടുക്കാം. ഈ ഒരു പ്ലസ് ആയിട്ട് കിടക്കുന്ന ടേമിനെ ഇപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മെട്രിക്സ് 2x, 2z, 2y, 2t ഈക്വൽ ടു ഇത് പ്ലസ് ആണ് ഇവിടെ, ഇത് അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആൾ അങ്ങനെ തന്നെ എഴുതുക. 9, 15, 12, 18 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അതിൻ്റെ അടുത്തേക്ക് ഈ പ്ലസ് എന്ന് പറയുന്ന മെട്രിക്സ് കൊടുക്കുക. അപ്പോൾ അത് മൈനസായി. അപ്പോൾ 3 -3 0 6. ഇനി നേരെ ഇവരെ തമ്മിൽ കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ 9 - 3 6 ആണ്. 15 - -3 എന്ന് പറഞ്ഞാൽ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി. ഇവിടെ 12, ഇവിടെയും 12. ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 2xൻ്റെ സ്ഥാനത്ത് 6 ആണ് കിടക്കുന്നത്. സോ നമുക്ക് ഹിയർ 2x = 6 എന്ന് എഴുതാം. സോ x = 6/2 അഥവാ 3. ഇനി ഇതുപോലെ ഇവിടെ 2zൻ്റെ സ്ഥാനത്ത് ഇവിടെ 18 ആണ് കിടക്കണേ. അപ്പോൾ നമുക്ക് 2z = 18. അതിൽ നിന്ന് നമുക്ക് z = 18/2 9 എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ അടുത്തത് നോക്കുക. ഇവിടെ 2yയുടെ സ്ഥാനത്ത് ഇവിടെ 12 ആണ് കിടക്കണേ. അപ്പോൾ 2y = 12 ആണ്. സോ നമുക്ക് y = 6 എന്ന് എഴുതാം. ഇതുപോലെ 2tയുടെ സ്ഥാനത്തും 12 ആണ് കിടക്കണത്. സോ t = 6 എന്ന് എഴുതാം. ഇത്തരത്തിൽ നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ 2 കൊണ്ട് ഉള്ളിലേക്ക് ഗുണിക്കാതെ ഇത് മാത്രം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ടിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ അടുത്തൊരു നല്ലൊരു പ്രോബ്ലമാണ്. നമുക്ക് f(x) എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നേക്കണം. f(x) എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സിൻ്റെ ഫോമിൽ നമുക്ക് ആ ഫങ്ഷൻസിന് തന്നേക്കണം. ഒരു മെട്രിക്സിൻ്റെ ഫോമിൽ തന്നേക്കണം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: f(x) × f(y) എന്ന് പറയുന്നത് f(x + y) ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ വെരിഫൈ ചെയ്തു. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടുത്തെയും കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന് ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും, റൈറ്റ് സൈഡ് ഉണ്ടാവും.
നമ്മൾ ആദ്യം ഈ LHSൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, ദെൻ RHSൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആണെങ്കിൽ ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞു, സാധനം പ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ f(x) നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഉള്ളത് f(y) ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വേരിയബിൾ x ആണ്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് x ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ f(y) എഴുതുകയാണെങ്കിൽ, ഇവിടെ f(y) എഴുതുകയാണെങ്കിൽ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന അതേ ഐഡിയ. ഇപ്പോൾ ഈ f(x) എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ f(y) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x എവിടെയൊക്കെ ഉണ്ടോ അതിന് പകരം y ആക്കുക. അപ്പോൾ ഇവിടെ f(x)ൽ ഫസ്റ്റ് ടേം cos x ആണ്. അപ്പോൾ f(y) എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം cos y, സെക്കൻഡ് മൈനസ് സൈൻ y. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്യുക. ഇതുപോലെ ഇവിടെയാണെങ്കിൽ സൈൻ y, cos y, 0. ഇവിടെ 0, 0, 1. വേറെ ഒന്നിനും ചേഞ്ച് വരുത്തണ്ട, എക്സ് കാണുന്നിടത്തൊക്കെ y ആക്കുക. ഇത്ര മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് f(x) ഇൻറ്റു f(y) ചെയ്ത് നോക്കാം. f(x) ഇൻറ്റു f(y) നമുക്ക് കിട്ടിയ ഈ f(x)ഉം ഈ f(y)യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ f(x) ഇവിടെ എഴുതി, ഇൻറ്റു f(y) എഴുതി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് f(x). അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ cos x cos y പ്ലസ് മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ നമ്മളതിനെ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് എഴുതി. പിന്നെ സീറോയും ഇവിടുത്തെ സീറോയും, 0 ഇൻറ്റു 0 0. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി ഇതുപോലെ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ cos x ഇൻറ്റു മൈനസ് സൈൻ വൈ, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, cos x ഇൻറ്റു മൈനസ് സൈൻ വൈ. അപ്പോൾ ഞാനതിനെ cos x ഇൻറ്റു മൈനസ് സൈൻ വൈ. ഇതുപോലെ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. ഞാൻ വെറുതെ പ്ലസ് എഴുതി സമയം കളയണില്ല, നേരെ എഴുതണം കേട്ടോ. മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. ഇവിടെ ഒരു പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്നാണ് വരിക. പക്ഷേ പ്ലസ്സും മൈനസും വന്നു കഴിഞ്ഞാൽ പ്ലസ് അവിടുന്ന് പോകും. നമ്മൾ ഒരുപാട് എക്സാമ്പിളിൽ ഓൾറെഡി കണ്ടതാണ്. പിന്നെ അടുത്തതിൽ 0 ഇൻറ്റു 0, അത് 0 തന്നെ. അപ്പോൾ നമ്മുടെ ഇവൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഈ റോ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെയുള്ള ഗുണം എന്താ വെച്ചാൽ cos x ഇൻറ്റു 0 0 പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. അപ്പോൾ ഇവിടെയുള്ള ഫുൾ ടേംസ് 0 പ്ലസ് 0 പ്ലസ് 0 എളുപ്പത്തിൽ കഴിഞ്ഞു. ഇതുപോലെ ഇനി സെക്കൻഡ് റോ കൊണ്ട് ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈൻ എക്സ് കോസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതുപോലെ 0 ഇൻറ്റു 0 0 തന്നെ. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ, നമ്മളതിനെ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ എന്ന് എഴുതി. ദെൻ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പോൾ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. അടുത്തത് 0 ഇൻറ്റു 0. ഇനി ഇതുപോലെ ഇതുകൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു 0 0, കോസ് എക്സ് ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 അതും 0. അപ്പോൾ ഇവിടെയും ഫുള്ള് 0 പ്ലസ് 0 പ്ലസ് 0. ഇനി അടുത്തത് തേർഡ് റോ കൊണ്ട് ഫസ്റ്റത്തേനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സിമ്പിൾ 0 ഇൻറ്റു കോസ് വൈ 0 പ്ലസ് 0 ഇൻറ്റു സൈൻ വൈ 0, 1 ഇൻറ്റു 0 0. അപ്പോൾ ഇവിടെ
ഫുള്ള് 0. ഞാൻ ഒറ്റയടിക്ക് 0 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഇതുകൊണ്ട് ഇതിനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0. ഇതുപോലെ ഇതുകൊണ്ട് ഇതിനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 + 0 + 1. ഇങ്ങനെയാണ് നമുക്ക് f(x) × f(y)യുടെ ആൻസർ കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇതെന്താണെന്ന് നോക്കുക. cos x cos y - sin x sin y. നമ്മൾ ട്രിഗ്നോമെട്രി ഒന്ന് ആലോചിക്കുക. cos x cos y - sin x sin y എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് cos ഓഫ് x + y. ഈ കിടക്കുന്നത് cos x + y-യുടെ എക്സ്പാൻഷനാണ്. നമ്മൾ ട്രിഗ്നോമെട്രി +1 പഠിച്ച ട്രിഗ്നോമെട്രി ഒന്ന് ജസ്റ്റ് ഓർക്കുക. ഈ കിടക്കുന്നത് നമ്മുടെ cos ഓഫ് x + y-യുടെ ആൻസറാണ്. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇതേ ഇവിടെ എഴുതുകയാണ്. ഇതിനെ നമുക്ക് cos ഓഫ് x + y എന്ന് എഴുതാം. ഇതുപോലെ ഇതാരാന്ന് നോക്കി. അപ്പം ഇവിടെ ഇതിലും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ മൈനസ് ചിഹ്നം ഔട്ട് സൈഡ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മൈനസ് ചിഹ്നം ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക cos x sin y + sin x cos y എന്നാണ് വരിക. cos x sin y + sin x cos y എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് മൈനസ് ഈ രണ്ട് ടേമിലുള്ള മൈനസുകളെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഈ മൈനസ് പോകുന്നു, ഇവിടുന്ന് ഈ മൈനസ് പോകുന്നു. അപ്പോൾ ഇവിടെ cos x വെറും sin y, ഇവിടുന്ന് മൈനസ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആയി, പ്ലസ് sin x cos y. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ ടേം ഫുള്ളായിട്ട് ഒന്നുകൂടി എഴുതാം. മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ cos x sin y + sin x cos y എന്നാണ് വരിക, cos y. അപ്പോൾ ഈ രൂപത്തിലാണ് അവിടുത്തെ ടേംസ് വരിക. ഇനി അടുത്തതിൽ ഇവിടെ ഓൾറെഡി ഫുൾ എലമെൻറ്റ്സ് 0, അപ്പോൾ അത് 0 എന്ന് തന്നെ എഴുതിയാൽ മതി. f(x) × f(y) ഇത്തരത്തിൽ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ f(x) × f(y) = നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന മെട്രിക്സിൽ ഈ കിടക്കുന്ന ആളെ നമുക്ക് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. ഈ കിടക്കുന്ന ആളെ എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച ട്രിഗ്നോമെട്രി ഒന്ന് ഓർത്താൽ നല്ലതാണ്. cos x cos y - sin x sin y ഇതെവിടെയെങ്കിലും കണ്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. നമ്മുടെ cos ഓഫ് x + y-യുടെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നേരെ cos ഓഫ് x + y എന്നെടുത്ത് എഴുതാം. ഇതുപോലെ ഇവിടെ കിടക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് കിടക്കുന്ന ആൾ sin x cos y + cos x sin y. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ട്രിഗ്നോമെട്രിയിൽ തന്നെ. ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് sin ഓഫ് x + y. ഇത് നമ്മുടെ sin ഓഫ് x + y-യുടെ എക്സ്പാൻഷനാണ്. സോ നമുക്കിതിനെ sin ഓഫ് x + y എന്ന് ചുരുക്കി എഴുതാം. അതുപോലെ ഇനി ഇതിൻ്റെ താഴെ കിടക്കുന്നത് 0 ആണ്. അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് ടേമുകളിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിലും മൈനസ് ഉണ്ട്, ഈ ടേമിലും മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ മൈനസ് ഒന്ന് ഔട്ട് സൈഡ് എടുത്ത് നോക്കാം, എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ. അപ്പോൾ മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കിയുള്ളത് cos x sin y. ഇതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ടുള്ള മൈനസിനെയാണ് ഔട്ട് സൈഡ് എടുത്തത്. അപ്പോൾ ഈ മൈനസും പുറത്തേക്ക് എടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ ഈ മൈനസ് പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഒരു പ്ലസ് ആണ് ബാക്കി ഉണ്ടാവുക. നമ്മളിപ്പോൾ a - b എന്ന് പറയുന്നതിന് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ -a - b എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടെന്ന് വെക്കുക. ഇതിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ മൈനസ് ഓഫ്, ഇവിടുന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ വെറുമേ, ഇവിടുന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ +b എന്നാണ് വരിക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ -a - b എന്ന ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ, ഈ ഒരു ധാരണയിൽ തന്നെ ഇവിടുന്ന് ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്തപ്പോൾ അവിടെ പ്ലസ് ആയി എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ sin x cos y, sin x cos y. പിന്നെ ബാക്കിയുള്ളത് അവിടെ വെച്ചു. ഇനി ബാക്കി തേർഡ് ടേമായിട്ട് കിടക്കുന്നത് 0 ആണ്. അതിന് മാറ്റമൊന്നും വരുത്താനില്ല.
അങ്ങനെ തന്നെ 0 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസ് അല്ലെങ്കിൽ നമുക്കിതിനൊന്ന് ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ എന്തേ ഇവിടെ പ്ലസ് ഉള്ള ഈ ടേം ഫ്രണ്ടിൽ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കോസ് എക്സ് കോസ് വൈ നമുക്ക് ആ ട്രിഗ്നോമെട്രിയുടെ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ആദ്യം എടുത്ത് എഴുതി. കോസ് എക്സ് കോസ് വൈ ദെൻ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് മാത്രം. അതായത് മൈനസ് എ പ്ലസ് ബി എന്ന് കിടക്കണേനെ ബി മൈനസ് എ എന്ന് എഴുതി. ആദ്യം പ്ലസ്സിനുള്ള ആളെ എഴുതി, ഒരു ഐശ്വര്യത്തിന് വേണ്ടി എഴുതി എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ സത്യത്തിൽ നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഐഡൻറ്റിറ്റിയിലേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേമിനെ ഫസ്റ്റ് എഴുതിയത് കേട്ടോ. ഇനി ഇപ്പുറത്ത് 0 തന്നെ, അതുപോലെ ഇതിൻ്റെ താഴെയും 0 തന്നെ, ദെൻ ലാസ്റ്റ് 0 + 0 + 1. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ രൂപത്ത്. ഇനി ഇതിൽ ഇയാളെ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഫസ്റ്റ് കോളം സെറ്റ്, അതിനൊന്നും ചെയ്യാനില്ല. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ അങ്ങനെ തന്നെ എഴുതി. അതുപോലെ ഫസ്റ്റ് കോളം നമുക്കൊന്നും ചെയ്യാനില്ല, അതിന് നമ്മൾ ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തതാണ്. അത് ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ പോലെ തന്നെ എഴുതുക. സെക്കൻഡ് കോളത്തിൽ ഇതാരാന്ന് നോക്കുക. കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ. ഇതിങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമാവും. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാണ്. നമ്മളിവിടെ തന്നെ തൊട്ട് മുമ്പ് ഉപയോഗിച്ചതാണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാണ്. ഇതുപോലെ ഈ കിടക്കുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് അതും കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാണ്. പിന്നെ 0 അങ്ങനെ തന്നെ എഴുതി. ഇപ്പുറത്ത് 0 0 1. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈയുടെ ആൻസർ. അതായത് നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. അപ്പം നമ്മൾ ഇതവിടെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ. LHSൻ്റെ ആൻസർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തത് RHSൻ്റെ ആൻസർ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കണത് നമ്മുടെ ഇക്വേഷനിലെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് തന്നേക്കണത്. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, അതുപോലെ ക്വസ്റ്റ്യനിൽ തന്ന എഫ് ഓഫ് എക്സ് എന്താണെന്ന് നല്ലോണം നോക്കുക. അതേ ഐഡിയയിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ കാണുക. നമ്മൾ എഫ് ഓഫ് എക്സ് നോക്കി എഫ് ഓഫ് വൈ എഴുതി, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോക്കി എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതുക. അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ കാണാൻ എക്സ് കാണുന്നിടത്തൊക്കെ എക്സ് പ്ലസ് വൈ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തത് കോസ് എക്സ് എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ്, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് വൈ. അടുത്തതിൽ മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞു, ഇവിടെ ഇതാവുമ്പോൾ മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ. എക്സ് കാണുന്നിടത്തൊക്കെ എക്സ് പ്ലസ് വൈ ആക്കുക, 0 മാറ്റമൊന്നുമില്ല. ഇതുപോലെ അടുത്തതിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞു, അതിവിടെ വരുമ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇതുപോലെ അപ്പുറത്ത് കോസ് എക്സ് ആയിരുന്നു, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. അതുപോലെ അടുത്തത് 0 തന്നെ, പിന്നെ 0 0 1. അതിലൊന്നും മാറ്റമില്ല, വേരിയബിളായിട്ട് എക്സ് കാണുന്നിടത്തൊക്കെ എക്സ് പ്ലസ് വൈ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ RHSൻ്റെ ആൻസർ. നിങ്ങൾ നോക്കിയേ, LHS എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ആൻസർ തന്നെ RHS എക്സ്പാൻഡ് ചെയ്തപ്പോഴും കിട്ടി. അപ്പോൾ നമുക്ക് പറയാം, ഹിയർ LHS ഈക്വൽ ടു RHS, ഹിയർ LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ് അല്ലെങ്കിൽ ഹെൻസ് ഷോഡ് എന്നോ എഴുതിയാൽ മതി, ഹെൻസ് പ്രൂവ്ഡ് അല്ലെങ്കിൽ ഹെൻസ് വെരിഫൈഡ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ A² - 5A
പ്ലസ് 6i ആൻസർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളുകൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇത്തരത്തിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ട് എ ക്യൂബ് മൈനസ് ഒരാൾ ഈക്വൽ ടു 0 എന്ന് തെളിയിക്കണ ഒരു പ്രോബ്ലം ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തെളിയിക്കാനല്ല പറഞ്ഞേക്കണത്, മറിച്ച് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യണത്. ആദ്യം തന്നെ എ സ്ക്വയർ എടുക്കുന്നു. നമുക്കിതിൽ വേണ്ട ആൾക്കാരെയൊക്കെ നമ്മൾ ആദ്യം സെറ്റാക്കി വെക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ആദ്യം തന്നെ എ സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ എ സ്ക്വയർ പറഞ്ഞാൽ എ ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻറ്റു അതേ മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എ സ്ക്വയറിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മൾട്ടിപ്ലൈ ചെയ്ത് എ സ്ക്വയറിൻ്റെ ഉത്തരം ഇങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്കിനി അടുത്തത് വേണ്ടത് 5a അപ്പോൾ 5a എടുത്തു. 5a എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എ. അപ്പോൾ 5 ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. ദെൻ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 5 കൊണ്ട് ഓരോ ടേമിനെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 5a ആൻസർ ഇത്തരത്തിൽ കിട്ടും. ഇനി അടുത്തത് വേണ്ടത് 6i. എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഡയഗണൽ എൻട്രീസ് മാത്രം 1 ആയിട്ടും ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള മെട്രിക്സ്. അതിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഇവിടെ എ 3/3 ഓർഡർ ഉള്ളതാണ്. സോ ഇവിടുത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സും 3/3 ഓർഡർ ഉള്ളത്. അപ്പോൾ നമ്മൾ 6i കാണാൻ പോണു. 6i എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു i. എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഗുണിച്ചു, ഇങ്ങനെ കിട്ടി. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ആൾക്കാരെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ് അടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷൻ എഴുതി. നമുക്ക് വേണ്ടത് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ആണ് വേണ്ടത്. സോ ആ ഇക്വേഷൻ എഴുതി അതിലെ എല്ലാ ടേംസിനെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയറിൻ്റെ ആൻസർ 5 മൈനസ് 1 2. അതുപോലെ 9 മൈനസ് 2 5. അതുപോലെ 0 മൈനസ് 1 മൈനസ് 2. ഇങ്ങനെ എ സ്ക്വയറിൻ്റെ ആൻസർ അതുപോലെ തന്നെ കൊണ്ടു കൊടുത്തു. ഇനി അടുത്തത് മൈനസ് 5a ആൻസർ കൊടുക്കാം. 5a എന്ന് പറഞ്ഞാൽ 10 0 5 10 5 15. അതുപോലെ 5 മൈനസ് 5 0. അങ്ങനെ 5a ആൻസറും കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 6i ആൻസർ കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ 6i ആൻസർ കൊടുക്കാം. അപ്പോൾ പ്ലസ് 6i എന്ന് വെച്ചാൽ 6 0 0 0 6 0. പിന്നെ തേർഡ് റോയിൽ 0 0 6. അങ്ങനെ 6i വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് ഈ 3 മെട്രിക്സുകളും തമ്മിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം 5 5 മൈനസ് 10 പ്ലസ് 6. അതുപോലെ മൈനസ് 1 മൈനസ് 0 പ്ലസ് 0. അതുപോലെ 2 മൈനസ് 5 പ്ലസ് 0. ഇതുപോലെ ഇവിടെ 9 മൈനസ് 10 പ്ലസ് 0. മൈനസ് 2 മൈനസ് 5 പ്ലസ് 6. അതുപോലെ 5 മൈനസ് 15 പ്ലസ് 0. 0 മൈനസ് 5 പ്ലസ് 0. മൈനസ് 1 മൈനസ് മൈനസ് 5. ശ്രദ്ധിക്കണം, മൈനസ് 1 മൈനസ് മൈനസ് 5 എന്ന് വെച്ചാൽ മൈനസ് 1 പ്ലസ് 5 എന്നർത്ഥം. മൈനസ് 1 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ പ്ലസ് 4 കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ മൈനസ് 2 മൈനസ് 1 മൈനസ് മൈനസ് 5 പ്ലസ് 4 എന്ന് കിട്ടി. അതുപോലെ പ്ലസ് 0. ഇനി തേർഡ് എൻട്രീസ് മൈനസ് 2 മൈനസ് 0 പ്ലസ് 6. ഇവിടെ കൂട്ടാനുള്ളത് ആദ്യം കൂട്ടി നോക്കുക. 5 6 കൂട്ടിയാൽ 11 11 മൈനസ് 10 1. ഇവിടെ ആണെങ്കിൽ മൈനസ് 1 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. ഇത് മൈനസ് 3. ഇവിടെ ആണെങ്കിൽ 9 മൈനസ് 10 മൈനസ് 1. ഇവിടെ മൈനസ് 7 പ്ലസ് 6 എന്ന് പറയുമ്പോൾ അതും മൈനസ് 7. ഇവിടെ ആണെങ്കിൽ മൈനസ് 10. ഇതിൽ മൈനസ് 5 മാത്രമേ ഉള്ളൂ. ഇവിടെ മൈനസ് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 3.
ഇവിടെയാണെങ്കിൽ 4. ഇതാണ് നമ്മുടെ A² മൈനസ് 5A പ്ലസ് 6Iയുടെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരേ ക്വസ്റ്റ്യൻ എക്സാമ്പിളിൽ ചെയ്തിട്ടുണ്ടായി, അതുപോലെ തന്നെ എക്സസൈസിൽ നിന്നും ഇത്തരത്തിലൊരു പ്രോബ്ലം ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഈ മെട്രിക്സുകൾ തമ്മിൽ ഇപ്പോൾ A² 5Aയും 6Iയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റത്തെ എൻട്രീസ് എടുക്കുക. ഫസ്റ്റത്തെ എൻട്രീസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 5 മൈനസ് 10 പ്ലസ് 6. ഇവിടുത്തെ ഈ 5 മൈനസ് 10 പ്ലസ് 6 ആദ്യം കിടക്കുന്ന എലമെൻസിൻ്റെ എടുത്ത് ചെയ്തു. ഇനി ഇതുപോലെ രണ്ടാമത് കിടക്കുന്ന എലമെൻറ്റുകൾ എടുക്കുക. -1 -0 പ്ലസ് 0. ഇതുപോലെ തേർഡ് കിടക്കുന്ന എലമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ 2 -5 പ്ലസ് 0. ഇനി ഇതുപോലെ ഇവിടെ 9 -10 പ്ലസ് 0. ഇതുപോലെ -2 -5 പ്ലസ് 6. ഇനി 5 -15 പ്ലസ് 0. ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 0 -5 പ്ലസ് 0 -1. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, -1 -5 അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ മൈനസ്, ഇതിലും മൈനസ്. ഇപ്പോൾ രണ്ട് മൈനസ് ചേരുമ്പോൾ പ്ലസ് ആയി മാറും. അതുകൊണ്ട് ഞാൻ +5 എന്ന് എഴുതി. പ്ലസ് 0. അടുത്തതാണെങ്കിൽ -2 -0 പ്ലസ് 6. ഇങ്ങനെ A² മൈനസ് 5A പ്ലസ് 6Iനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ കണ്ടുപിടിക്കാനായിട്ട് പ്ലസ് ചെയ്യാനുള്ളത് ആദ്യം പ്ലസ് ചെയ്യാം. അപ്പോൾ 5 + 6 11, 11 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 1. ഇതിലാണെങ്കിൽ -1. ഇവിടെ -3. ഇതുപോലെ ഇവിടെയാണെങ്കിൽ -1. ഇതിൽ -7 + 6 എന്ന് പറഞ്ഞാൽ -1. 5 - 15 -10 ആണ്. ഇവിടെയാണെങ്കിൽ -5 തന്നെ. ഇതിൽ 4, ഇവിടെയും 4. ഇതാണ് നമ്മുടെ A² മൈനസ് 5A പ്ലസ് 6Iയുടെ ആൻസർ. അപ്പോൾ ഇത് ഒരു ചെറിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ A എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് പറഞ്ഞേക്കണം. ദെൻ ഒരു ഇക്വേഷൻ തന്നേക്കാണ് A² = KA - 2I. എന്നിട്ട് ഇതിൽ നിന്ന് K കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. K എന്ന് പറയുന്ന ഒരു സ്കെയിലാറാണ്. ആ Kയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ A² നമുക്ക് എടുക്കാം. അപ്പോൾ A² പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. A² എന്ന് പറഞ്ഞാൽ A × A. A എന്ന് പറയുന്ന മെട്രിക്സും A എന്ന് പറയുന്ന മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ A² കിട്ടും. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞാൽ 3 -2 4 -2 ഇൻറ്റു അതേ മെട്രിക്സ് 3 -2 4 -2. ഇനി നമുക്ക് A² കണ്ടുപിടിക്കാം. അതായത് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റോ എടുത്തു, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 - 8. ഇതുപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × -2 -6 പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +4. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്. അടുത്തത് ഇയാളെ കൊണ്ട് ചെയ്തു. അപ്പോൾ 12 - 8. ഇവിടെയാണെങ്കിൽ -8 + 4. ഇതാണ് നമ്മുടെ A². അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എടുത്തെഴുതി. 9 - 8 പറഞ്ഞാൽ 1 ആണ്. -6 + 4 എന്ന് പറഞ്ഞാൽ -2. 12 - 8 4 ആണ്. -8 + 4 -4. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് A²ൻ്റെ ആൻസർ കിട്ടി. ഇതാണ് A²ൻ്റെ ആൻസർ. ഇനിയിപ്പോൾ അതൊക്കെ KA ഉണ്ട് -2I ഉണ്ട്. നമുക്ക് ഈ KAയുടെ വാല്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ KA എന്ന് പറയുമ്പോൾ ഇവിടെ A ഓൾറെഡി തന്നിട്ടുണ്ട്. KA എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് K × A ആണ്. അപ്പോൾ K എഴുതി ഇൻറ്റു A. A എന്ന് പറഞ്ഞാൽ 3 -2 4 -2. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇതുകൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് K × 3 3K. ഇവിടെയാണെങ്കിൽ -2K. ഇവിടെയാണെങ്കിൽ 4K -2K. ഇങ്ങനെ KAയുടെ ആൻസർ കിട്ടി. KAയുടെ ആൻസർ കിട്ടി. ഇനി വേണ്ടത് 2I.
2i എന്ന് പറഞ്ഞാൽ ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 2i എന്ന് പറഞ്ഞാൽ 2 × i. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ 2/2 മെട്രിക്സിൻ്റെ കാര്യമാണ് പറയണേ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് 2002. അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും റെഡിയായി. ഇനി നേരെ ഇതിൽ കൊണ്ടുപോയിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ a² നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നേരെ ഈ കിട്ടിയ സാധനങ്ങളൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ a² സ്ഥാനത്ത് 1 - 2 4 - 4 ഈക്വൽ ടു kയുടെ സ്ഥാനത്ത് 3k - 2k 4k - 2k -2i വെച്ച് കഴിഞ്ഞാൽ -2002 എല്ലാം കൊണ്ട് കൊടുത്തു. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു മൈനസ് ഉള്ള മെട്രിക്സിനെ മൊത്തത്തിൽ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി മാറും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദെൻ നമുക്ക് കമ്പയർ ചെയ്തിട്ട് കെയുടെ വില എത്രയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ കിടക്കുന്ന 1 - 2 4 - 4 എന്ന് പറയുന്ന മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി, അതിൽ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ മൈനസ് ഓഫ് എന്ന് പറയുന്ന മെട്രിക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഇറ്റ് ബിക്കം +2002. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇനി ഇയാൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ അയാളെ എഴുതി 3k അതുപോലെ -2k 4k -2k അത് മാത്രമേ ഇനി അവിടെ ബാക്കിയുള്ളൂ. അതങ്ങനെ തന്നെ എടുത്തെഴുതി. ഇനി ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 1 + 2 ദാറ്റ് ഈസ് 3, ഇവിടെ -2 4 -2 ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ 3k -2k 4k -2k ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്താൽ ഇവിടെ 3 ആണ്, ഇവിടെ 3k ആണ്. അപ്പോൾ നമുക്ക് 3k = 3. അപ്പോൾ 3k = 3 ആണെങ്കിൽ k = 3/3, k = 1 എന്ന് കിട്ടി. ഇത്രയും മതി. ഇനി വേണമെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിന് ഇതൊന്ന് കമ്പയർ ചെയ്യുക. -2 = -2k എന്ന് വെച്ചാൽ കെയുടെ വില 1 ആണ്. ഇതുപോലെ k = 1 എന്നുള്ളത് ഈ 4 ഇക്വേഷനും അനുസരിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോബ്ലത്തിലെ കെയുടെ വില 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് കമ്പയർ ചെയ്താൽ മതിയാവും കേട്ടോ. എല്ലാം എടുത്ത് കമ്പയർ ചെയ്താലും കെക്ക് ഒരു ഉത്തരേ കിട്ടുള്ളൂ. സോ ഇവിടെ നമ്മുടെ കെയുടെ ആൻസർ 1. അപ്പോൾ അടുത്ത ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട് ഇത്രയും. അപ്പോൾ ആ ബുക്ക് ഷോപ്പിൽ 10 ഡസൻ കെമിസ്ട്രി ബുക്ക് ഉണ്ട്, 8 ഡസൻ ഫിസിക്സ് ബുക്ക് ഉണ്ട്, 10 ഡസൻ എക്കണോമിക്സ് ബുക്ക് ഉണ്ട്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒരു ഡസന് 80 രൂപയാണ്, ഫിസിക്സ് ബുക്കിന് 60 രൂപ, എക്കണോമിക്സ് ബുക്കിന് 40 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ ബുക്കുകൾ ഫുള്ള് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് ഷോപ്പിൽ ആകെ എത്ര രൂപ കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യൂസിങ് മെട്രിക്സ് ഓൾജിബ്ര എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്കിത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ 2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് അവിടെയുള്ള ബുക്കുകളുടെ എണ്ണം റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 10 ഡസൻ കെമിസ്ട്രി ബുക്ക് ഉണ്ട്, അപ്പോൾ 10 കെമിസ്ട്രി ബുക്ക് ഉണ്ട്. അതുപോലെ 8 ഡസൻ ഫിസിക്സ് ബുക്ക് ഉണ്ട്, അപ്പോൾ 8 ഫിസിക്സ് ബുക്ക് ഉണ്ട്. 10 എക്കണോമിക്സ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇത്തരത്തിൽ ഒരു റോ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ള ബുക്കിൻ്റെ എണ്ണത്തിനെ ഒരു റോ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, എ എന്ന് പറഞ്ഞ് പേരിട്ട് കൊടുക്കും. ഇനി ഈ ബുക്കിൻ്റെ പ്രൈസുകളെ നമ്മൾ ഒരു കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ കെമിസ്ട്രി ബുക്കിൻ്റെ പ്രൈസ് 80 റുപ്പീസാണ്. അതുപോലെ ഫിസിക്സ് ബുക്കിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. അതുപോലെ എക്കണോമിക്സ് ബുക്കിൻ്റെ പ്രൈസ് 40 റുപ്പീസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന 2 കാര്യങ്ങളെ
രണ്ട് മെട്രിക്സുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൽ ബുക്കുകളുടെ എണ്ണമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സിൽ ഓരോ ബുക്കിൻ്റെയും വിലയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഈ ബുക്കുകൾ സെല്ല് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഇറ്റ് ഈസ് എ 1/3 മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/1. അപ്പോൾ നമുക്ക് ജസ്റ്റ് എ ഇൻറ്റു ബി ചെയ്യാം. എ ഇൻറ്റു ബി ഡിഫൈൻഡ് ആണ്, സോ നമുക്ക് എ ഇൻറ്റു ബി ചെയ്യാം. എ ഇൻറ്റു ബി ചെയ്ത് നോക്കുക. അപ്പോൾ എ എഴുതി 10, 8, 10. ബി അതൊരു റോ മെട്രിക്സ് ആണ്, ഇൻറ്റു ബി എഴുതി. അപ്പോൾ 80, 60, 40 ബിയും എഴുതി. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളം. അപ്പോൾ 10 × 80 800 പ്ലസ് 8 × 60 480 പ്ലസ് 10 × 40 400. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുക ഒരു 1/1 മെട്രിക്സ് ആണ്. ഒറ്റ റോയും ഒറ്റ കോളും ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ 800 + 480 + 400 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1680. അപ്പോൾ ആ ബുക്ക് ഷോപ്പിൽ ഇത്രയും ബുക്കുകൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 1680 രൂപയാണ് അവർക്ക് കിട്ടുക. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ.